ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ നിൽക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിന് 8 കിലോമീറ്റർ മാറിയിട്ട്, അതായത് ചായോത്തുനിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ചൂരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തം 1 ഏക്കർ സ്ഥലം, നല്ല കാലി സ്ഥലം, നല്ല കിഡിലൻ സ്ഥലമാണ്, നല്ല റോഡ് സൈഡ് തന്നെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഫുൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ആയിക്കോട്ടെ. അപ്പൊ ആദ്യം തന്നെ വഴി പറഞ്ഞുതരാട്ടോ. ഇത് നമ്മളെ ചായോത്തുനിന്ന് വരുന്ന വഴിയാണ്. ചായോത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ള ദൂരം വരുന്നുള്ളൂ. പഞ്ചായത്ത് റോഡാണ്, ടാറിങ് എല്ലാം പാസ്സായി കിടക്കുന്ന റോഡാണ്. അപ്പൊ റോഡ് സൈഡിൽ തന്നെ ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ. മൊത്തം 1 ഏക്കർ സ്ഥലമാണ് വരുന്നത്. അപ്പൊ ബിൽഡിംഗ് ഒക്കെ പണിയാ, ക്വാർട്ടേഴ്സ് ഒക്കെ പണിയാ, അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ഥലത്തിനകത്തോട്ടൊന്ന് പോയി നോക്കാട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ നോക്കിയാൽ ചുറ്റുപാട് ഒരുപാട് വീടുകൾ കാണാട്ടോ. ഈ ഒരു 1 ഏക്കറിന്റെ ചുറ്റിനും ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. അടുത്തൊക്കെ വീടുകളുണ്ട്. അതേ അങ്ങോട്ടൊക്കെ നോക്കി, അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. ഒക്കെ വലിയ വലിയ വീടുകളാണ് കേട്ടോ. ഇനിയിപ്പോ നിലവിൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളല്ലെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു സ്ഥലം എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ക്വാർട്ടേഴ്സ് പണിയാം, അതുപോലെ ബിൽഡിങ്ങുകൾ പണിയാം, അതേപോലെ തന്നെ നമുക്ക് നല്ല നല്ല വീടുകളൊക്കെ പണിയാം. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല വില്ല പ്രൊജക്റ്റിനൊക്കെ പറ്റിയൊരു കിടിലൻ സ്ഥലം കേട്ടോ. നല്ല റോഡ് സൈഡ് ഇങ്ങനെ തെളിഞ്ഞ കിടക്കുക. 1 ഏക്കർ ഇവിടുന്ന് നോക്കി നമുക്ക് അങ്ങ് ചുറ്റുഭാഗം നമുക്ക് മൊത്തം ലെവലിൽ കാണാട്ടോ. പിന്നെ ഇതിനകത്ത് കറണ്ടിന്റെ കണക്ഷനൊക്കെ ഉള്ളതാണ് കേട്ടോ. നിലവിൽ ഇതിനകത്ത് കറണ്ടിന്റെ കണക്ഷനൊക്കെ ഉള്ളതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കാം. പ്ലോട്ടിന്റെ ചുറ്റുഭാഗത്തും ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബോർവെല്ലിനുള്ള സ്ഥാനമൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ വഴിയെ കാണാൻ. ഇനി അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഫ്രണ്ടേജും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി. ഇനി നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ നോക്കി എന്താ സ്റ്റൈൽ എന്നറിയോ. പിന്നെ ഇങ്ങോട്ട് പോവാം. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇപ്പൊ നിലവിൽ ഇതിനകത്ത് കുറച്ചു ഭാഗം ഇങ്ങനെ പണയാക്കിയിട്ടുണ്ട്. അതായത് വെട്ടുകല്ല് മുറിച്ചിട്ടുള്ള ചെറിയൊരു ഭാഗം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഭാവിയിൽ എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കല്ല് മുറിക്കാം. അതുപോലെ ഇനിയിപ്പോ അത് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കുളമാക്കിയിട്ട് മീനൊക്കെ മീനുകളൊക്കെ ആക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. നമ്മളെ പറമ്പിന്റെ അതിരാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് നമുക്ക് അതിരാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകണത്. പിന്നെ നമുക്ക് കല്ല് വെട്ടണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കല്ല് വെട്ടാനുള്ള സൗകര്യത്തിന് ഒരുപാട് സ്ഥലം ബാക്കിയുണ്ട് അല്ലേ? അതെ. അപ്പൊ ഇനി ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കാണിച്ചോ. ഈ ഒരു മതിൽ കെട്ടിയതിന്റെ ഇവിടുന്ന് തുടങ്ങാണ് കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് കുറെ അങ്ങ് വരെ ഉണ്ട് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ്. അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പ്ലോട്ടുകളൊക്കെ ആക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു വില്ല പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് സൈഡ് തന്നെ നല്ല നീളം വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് നീലേശ്വരത്തിന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. അതേപോലെ കാഞ്ഞങ്ങാടിനാന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 കിലോമീറ്റർ ദൂരേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് കാസർഗോഡ് ടൗണിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാടായിട്ടാ കാണുള്ളൂ കേട്ടോ. കാരണം അടുത്തുള്ള വീടുകളൊന്നും പെട്ടെന്ന് കാണൂല. ഈ ഒരു പച്ചപ്പ് കാരണം നോക്കി അടുത്തൊക്കെ വലിയ വലിയ വീടുകളാട്ടോ. ഫ്രണ്ടേജ് അവിടെ ഈ മതിൽക്കെട്ട് കാണുന്ന ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ്. അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. അടുത്തൊക്കെ ക്വാർട്ടേഴ്സ് ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ക്വാർട്ടേഴ്സ് അതുപോലെ അതിന്റെ അടുത്ത് തന്നെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടാ കാണുന്നൊക്കെ വീടുകളാണ്. പിന്നെ അത് ടാറിംഗ് റോഡാണ് കേട്ടോ. അത് ചായോത്തിന് പോകുന്ന ടാറിംഗ് റോഡാണ്. അപ്പൊ അവിടം വരെയാണ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. അങ്ങ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ടല്ലേ ഫ്രണ്ടേജ് തന്നെ. അത്യാവശ്യം നല്ലോണം നീളം വരുന്നുണ്ടല്ലോ ഫ്രണ്ടേജ് തന്നെ. വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് വീടുകൾക്ക് എന്താ പറയാ 10 സെന്റ് 20 സെന്റ് ഒക്കെ ആയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീടുകൾ വെക്കാം അല്ലെ? അതെ. ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഒരു ഫ്രണ്ടേജ് ഒക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്ഥലം എടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിള്ളേരെ വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, മദർ അലക്സിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. പിന്നെ നിങ്ങളെ വീടുകളിൽ അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ വിടുന്ന സ്കൂളും ഈ ഒരു 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും എന്താ പറയാ ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നീലേശ്വരം ടൗണിലോട്ട് വെറും 8 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. 5 മിനിറ്റ് കൂടുമ്പോൾ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നീലേശ്വരത്ത് എത്താം. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തും. അതുപോലെ തന്നെ ചെറുവത്തൂർ പോകാനും നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെല്ല് കുഴിക്കാനുള്ള സ്ഥാനെല്ലാം കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. 2 സ്ഥലത്ത് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒന്ന് കാണിച്ചാൽ അവിടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പറമ്പിൽ നമ്മളെ അടുത്ത പ്ലോട്ടിലുള്ള സ്ഥലത്തിലെ
വെള്ളത്തിന്റെ കിണറും സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ. വഴിയെ കാണിച്ചു കൊടുക്കാം നമുക്ക്. ഓപ്പൺ കിണറുണ്ട്. അപ്പൊ അതിനകത്തുള്ള വെള്ളവും സൗകര്യമൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ. അതെ, അപ്പൊ ഇതാ ഇവിടെയാണ് വരുന്നത് കേട്ടോ. നമ്മളെ ബോർവെല്ലിനുള്ള സ്ഥാനം കണ്ടെത്തിയത് ഇവിടെയാണ്. പ്ലോട്ടിന്റെ 2 സൈഡിലുണ്ട്. അപ്പൊ ആദ്യത്തെ ഇതാ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഏകദേശം ഇതുവരെയാണ് അതിര് വരുന്നത്. നമ്മളെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങള്. നമുക്ക് വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, കറണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകണ്ടിട്ടോ. അങ്ങോട്ട് നോക്കിയാൽ വീടുകളൊക്കെ ഉണ്ട്. അതിലെല്ലാം വീടുകളുണ്ട് കേട്ടോ, ഒരുപാട് വീടുകളുണ്ട്. പിന്നെ നമുക്ക് അതാണ് ഇതിലെ ഈ ഒരു പറമ്പ്, ഈ ഒരു ഇത്രയും ഗ്യാപ്പില് ടാറിംഗ് റോഡ് പോകുന്നുണ്ട്. നമ്മളെ ചായോത്ത് പോണ റോഡാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ റോഡ് പോകുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ റോഡ് വേറെ റോഡിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല. ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് 2 ക്രിസ്ത്യൻ പള്ളി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 2 മുസ്ലിം പള്ളിയും വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു സ്ഥലം എടുക്കാന്നുണ്ടെങ്കിൽ പ്ലോട്ട് ആക്കി ഇവര് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അത് അതിന് എല്ലായിടത്തോട്ടും വഴി സൗകര്യങ്ങളൊക്കെ ആക്കി തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് പള്ളി ഉള്ളത് ഒന്ന് ഇവിടെ അടുത്ത് 1/2 കിലോമീറ്ററിൽ ചായോത്ത് ഉണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ ചോയങ്കോട് ഉണ്ട്. മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെ 1/2 കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒന്ന് ചോയങ്കോട് ഉണ്ട്. അങ്ങനെ നമുക്ക് പിന്നെ അമ്പലങ്ങള് നമുക്ക് 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ അമ്പലങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മള് ബോർവെല്ലിന്റെ സ്ഥാനം കണ്ട അവിടെ കേട്ടോ ഒരെണ്ണം കണ്ടത്. ഇനി അടുത്ത രണ്ടാമത്തെ വരുന്നതാ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ട് നമ്മള് സ്ഥലം വരുന്ന കാസർഗോഡ് ജില്ലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തുള്ള എയർപോർട്ടിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണൂർ എയർപോർട്ടാണ് അടുത്തുള്ള വരുന്നത്. അത് 80 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു എയർപോർട്ട് വരുന്നത് നമുക്ക് മംഗലാപുരം എയർപോർട്ടാണ്. അവിടേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ഇപ്പൊ വന്ന് നിങ്ങൾ വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കണ്ടേ, നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ നീലേശ്വരൊക്കെയാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മളെ ബോർവെല്ലിന്റെ സ്ഥാനം ഇവിടെയാണ് വരുന്നത് കേട്ടോ. 2 സ്ഥലത്ത് വരുന്നുണ്ട്. ഒന്ന് അങ്ങേ തലക്കലും വരുന്നുണ്ട്, അതുപോലെ ഒന്ന് പ്ലോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് നീലേശ്വരൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ടൗണും കാര്യങ്ങളൊക്കെയാണുള്ളത് നമുക്ക്. അപ്പോഴേ നമ്മളെ പ്ലോട്ട് വരുന്നത് ആ റോഡിന്റെ അപ്പുറത്താണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് ഫ്രണ്ടിൽ നേരത്തെ ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കിണറാണ് നിലവിലുള്ളത് കേട്ടോ. അപ്പൊ അത് കിണർ ഒഴിക്കാന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തേരം വെള്ളം കിട്ടും, വെള്ളത്തിന്റെ സൗകര്യമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇതിനകത്ത് കിണറാണുള്ളത്. അപ്പൊ അതില് വെള്ളം എന്തേരം ഉണ്ടോ ഒന്ന് നോക്കാം നമുക്ക്. അവിടെ ഇപ്പൊ നമ്മളെ പറമ്പില് 2 സ്ഥലത്ത് സ്ഥാനം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങോട്ട് നോക്കിയ വെള്ളം നല്ല പള്ളങ്ക് പോലത്തെ തിളങ്ങണ കണ്ണാടി പോലത്തെ വെള്ളം കേട്ടോ. അത് ഇത്ര അടുത്ത് തന്നെ, അധികം താഴ്ച ഒന്നുമില്ല. നല്ല തെളിഞ്ഞ വെള്ളം, ശുദ്ധമായ പച്ചവെള്ളം തന്നെ കുടിക്കട്ടെ നമുക്ക്. കിണറെല്ലാം കുഴിച്ചു കഴിഞ്ഞാല് വെള്ളം കിട്ടാത്ത ഏരിയ ഒന്നും അല്ല. അതിനുള്ള എന്താ പറയാ തെളിവ് സഹിതം കാണിച്ചു തരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രം അകലത്തിൽ ചൂരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. മൊത്തം 1 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഇനി ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് 1.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നോ ഈ ഒരു പ്രോപ്പർട്ടി കാണണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതിലൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.